Good morning, teacher. Good morning, students. Good morning, all. I am your new HED teacher. Okay. Basics of computers. Okay. About begin later. Okay, teacher. Mute ആക്കുക. എല്ലാരും mute ആക്കുക. Okay. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. എല്ലാരും ഇവിടെ അടുത്തുള്ളവർ തന്നെയാണോ? ചേന്നമംഗലം, പറവൂര്? അല്ല ടീച്ചർ. അല്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ 52, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താ അതിന്റെ ഡെഫിനിഷൻ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ കമ്പ്യൂട്ടർ? Computer is an electronic device, which is used for means of communication. It is used for information gathering, data processing, high-speed mathematical calculation, computation, etc. Computer is an electronic device, which is used for means of communication. Communicate information gathering. Okay. Information, data ശേഖരിക്കാൻ, information gathering, data processing, data processing, പിന്നെന്താ high speed mathematical calculation, computation. അതിനൊക്കെ നമ്മൾ എന്താ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും അല്ലെ? നമുക്ക് നോക്കാം. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. Computers are electronic equipment that process and store digital data. എന്താണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? കമ്പ്യൂട്ടേഴ്സ് സാങ്കേതിക വിവരങ്ങൾ മ്യൂട്ട് ചെയ്യാട്ടാ. മ്യൂട്ട് ചെയ്യരുത്, എല്ലാരും മ്യൂട്ട് ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കരുത്, മ്യൂട്ട് ചെയ്യാം. ഓക്കെ, മ്യൂട്ട് എന്നാ ഒരാളും മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾക്ക് കേൾക്കില്ല. ഓക്കെ, എന്താണ് കമ്പ്യൂട്ടേഴ്സ്? കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡാറ്റ, ഡിജിറ്റൽ ഡാറ്റ അല്ലെ? ഡാറ്റ, വിവരങ്ങൾ ശേഖരിക്കാൻ, സാങ്കേതികമായ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മള് കമ്പ്യൂട്ടർ അല്ലെ? കമ്പ്യൂട്ടേഴ്സ് ആർ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് ദാറ്റ് പ്രോസസ് ആൻഡ് സ്റ്റോർ ഡിജിറ്റൽ ഡാറ്റ. They consist of hardware and software components that work together to carry out various tasks. കമ്പ്യൂട്ടർ എന്തെല്ലാം കൂടി ഇതാ? ഹാർഡ്വെയർ അല്ലെ? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കൂടി ചേർന്നാണ് കമ്പ്യൂട്ടർ അല്ലെ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും ഉണ്ട്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ഉണ്ട് അല്ലെ? എന്താ പറയണേ? They consist of hardware and software components that work together to carry out various tasks. അല്ലെ? എല്ലാ വിവിധ കാര്യങ്ങളും ചെയ്യണം എങ്ങനെയാ? ഹാർഡ്വെയറും ഉണ്ട്, സോഫ്റ്റ്വെയറും അല്ലെ ചേർന്നിട്ട്. ഇനി എന്താ? The fundamental components of a computer consist of a central processing unit, CPU, memory, input-output devices, and storage devices. Okay, the fundamental the main components of a computer. എന്തൊക്കെയാ വരിക? Central processing unit, CPU അല്ലെ? CPU ആണ് the most important part of a computer. ഏതാ? CPU. CPU എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ? പറയൂ, the most important part of a computer ഏതാ? CPU. CPU. വെരി ഗുഡ്. എന്താ CPU യുടെ ഫുൾ ഫോം? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ഓക്കെ, വെരി ഗുഡ്. The fundamental components of a computer consist of a central processing unit, CPU, memory, input-output devices, and
സ്റ്റോറേജ് ഡിവൈസസ്. എന്തൊക്കെയാണുള്ളത്? CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെ, ഇൻപുട്ട് ചെയ്യാനും ഡാറ്റ ഇൻപുട്ട് ചെയ്യാനും പുറത്തേക്ക് ഔട്ട്പുട്ട് കിട്ടാനുള്ള ഡിവൈസ്, ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ്. ഓക്കെ, ഇതെല്ലാമാണ് കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ പാർട്സ്. ഓക്കെ, ഇനി CPU എന്താ അറിയപ്പെടുന്നത്? The CPU is said to be the brain of a computer. കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ അറിയപ്പെടുന്നത് ഏതാ? CPU അല്ലെ. The CPU is said to be the brain of the computer, responsible for carrying out instructions and performing calculation. CPU എന്താണ്? CPU എന്തിന്റെ ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കണേ? അല്ലെ, ഇൻസ്ട്രക്ഷൻസ്, റെസ്പോൺസിബിൾ ഫോർ ഓരോ നിർദ്ദേശങ്ങൾ. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ നിർദ്ദേശങ്ങൾ പാലിക്കാനും, കാൽക്കുലേഷൻസ് അല്ലെ, കാൽക്കുലേഷൻസ് ഓരോ കണക്കുകൾ അല്ലെ, അതൊക്കെ കണക്കൂട്ടൽ നടത്താനും, പെർഫോമിംഗ് കാൽക്കുലേഷൻസ്, സമ്മ് അല്ലെ, അതൊക്കെ ചെയ്യാനായിട്ട് ഓരോ കാൽക്കുലേഷൻസ് നടത്താനും എന്താ CPU യൂസ് ചെയ്യുന്നത്. CPU ഈസ് സെഡ് ടു ബി ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ. മറക്കരുത്, ഏതാണ് ബ്രെയിൻ? ദ ബ്രെയിൻ ഓഫ് എ കമ്പ്യൂട്ടർ CPU. അതുപോലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ CPU. ആൻഡ് എന്താ ഇത് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ അല്ലെ, കമ്പ്യൂട്ടറിന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്ന ഏതാ? CPU. ആൻഡ് പെർഫോമിംഗ് കാൽക്കുലേഷൻസ്. ഓക്കെ, ഇനി മെമ്മറി യൂണിറ്റ് എന്താ ചെയ്യണേ? മെമ്മറി യൂണിറ്റ് സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പെർഫോം കാൽക്കുലേഷൻ. മെമ്മറി യൂണിറ്റ് എന്താ ചെയ്യണേ? ഡാറ്റ അല്ലെ, വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെക്കും, ആൻഡ് ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങളൊക്കെ, എന്നിട്ട് എന്താ? ആൻഡ് പെർഫോംസ് കാൽക്കുലേഷൻസ് ഒക്കെ പെർഫോം ചെയ്യും. ഓക്കെ, മെമ്മറി സ്റ്റോർസ് data and instructions that the CPU requires to access quickly. Okay, CPU-ന് വളരെ പെട്ടെന്ന് വേണ്ട ഡാറ്റ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യലാണ് എന്തിന്റെ പണി? മെമ്മറിയുടെ പണി, മെമ്മറി യൂണിറ്റിന്റെ പണി. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് മേക്സ് the user able to interact with the computer such as through a keyboard and a mouse. Okay, input output devices എന്താ ചെയ്യണേ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താ ചെയ്യണേ? യൂസറിനെ ഹെൽപ്പ് ചെയ്യും ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ സച്ച് ആസ് ത്രൂ എ കീബോർഡ് ആൻഡ് മൗസ് അല്ലെ. യൂസറിന് കീബോർഡിൽ കൂടെ നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കേട്ടണേ അല്ലെ. കീബോർഡിൽ കൂടെ യൂസർ എന്താ ചെയ്യാ? നമുക്ക് വേണ്ടത് ടൈപ്പ് ചെയ്ത് കയറ്റും അല്ലെ. അപ്പൊ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്താ ചെയ്യണേ? ഹെൽപ്സ് ദ യൂസർ ഏബിൾ ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ അല്ലെ. അപ്പൊ എന്താ ശരിക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ചെയ്യണേ? നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലെ, യൂസറിനെ ഹെൽപ്പ് ചെയ്യും ടു ഇന്ററാക്ട് വിത്ത് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ഷന് ഹെൽപ്പ് ചെയ്യും അല്ലെ. ഓക്കെ, ഇനി സ്റ്റോറേജ് ഡിവൈസസ് സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫോർ ലോങ് ടൈം യൂസ്. ഇനി സ്റ്റോറേജ് ഡിവൈസസ് അതെന്താ ചെയ്യുന്നത്? സ്റ്റോർ ഡാറ്റ ആൻഡ് പ്രോഗ്രാമുകളും വിവരങ്ങളും ഫോർ ലോങ് ടേം യൂസ്, ധാരാളം കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കും. ഓക്കെ, ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് allow the computer to perform specific tasks. Operating systems and applications are software programs that allow the computer. അവ എന്താ ചെയ്യണേ? കമ്പ്യൂട്ടറിനെ ചില പ്രത്യേക ടാസ്കുകൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതൊക്കെയാന്ന് നോക്കാം നമുക്ക്. മോണിറ്റർ അല്ലെ, മോണിറ്റർ എന്താ? വീഡിയോ അല്ലെ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ്. സ്ക്രീൻ അല്ലെ, മോണിറ്റർ ഇതാ ഇതല്ലേ, നമ്മൾ ഈ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിനെ കാണുന്ന അതിനാണ് എന്താ പറയാ? മോണിറ്റർ അഥവാ സ്ക്രീൻ. മൗസ് അല്ലെ, മൗസ് നമുക്കറിയാം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് മൗസ്. പ്രിന്റർ എന്താ? ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെ, നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യണം. സ്പീക്കർ അല്ലെ, അനദർ ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെ, നമുക്ക് ശബ്ദം വേണമെങ്കിൽ സ്പീക്കർ വേണം. പവർ സപ്ലൈ അനദർ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. GPU ഓക്കെ, പ്രൊസസർ ഓക്കെ, അത് അനദർ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, ഹാർഡ് ഡിസ്ക് അതെല്ലാം കമ്പ്യൂട്ടറിന്റെ ഓരോ ഭാഗങ്ങളാണ്. പ്രൊസസർ ഓക്കെ, പിന്നെ മദർ ബോർഡ്, പിന്നെ കമ്പ്യൂട്ടർ കേസ്, കീബോർഡ്, ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ,
ഇനി ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡ്. എന്താണ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല്? ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് എന്താ? ഫിസിക്കൽ എക്യുപ്മെന്റ്സ്. ഓക്കെ, ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ കോൾഡ് ഹാർഡ്വെയർ. സോഫ്റ്റ്വെയർ എന്താ? പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ കോൾഡ് സോഫ്റ്റ്വെയർ. എന്താ ഡിഫറൻസ്? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാല് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും ആണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സ് അല്ലെ? കമ്പ്യൂട്ടറിന്റെ എക്യുപ്മെന്റ്സിനാണ് എന്ത് പറയാ? ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്താണ്? സോഫ്റ്റ്വെയർ അല്ലെ? അപ്പൊ നോക്കാം. ഹാർഡ്വെയർ എന്താ? ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ലൈക്ക് ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, CPU, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസ് ആൻഡ് മദർ ബോർഡ്. ഇതൊക്കെ എന്താണ്? ഹാർഡ്വെയർ. ഓക്കെ. സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്താണ്? പ്രോഗ്രാംസ് ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ദാറ്റ് മേക്സ് എ കമ്പ്യൂട്ടർ ഏബിൾ ടു പെർഫോം ടാസ്ക്. മിസ് പറഞ്ഞു, കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കൂടി ചേർന്നാണ് അല്ലെ? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സ് ആർ കോൾഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എന്താ? പറയൂ. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അല്ലെ? ഇനി this consists of system software like Windows, Mac operating system, Linux and application software. Example, word processors, web browsers and games. Word processors, web browsers and games. Okay. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. പിന്നെ വരുന്നത് എന്താ? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അഥവാ CPU. The CPU, the brain of the computer that carries out instructions, performs calculations and controls data processing. അതിനാണ്. അപ്പൊ മൂന്നാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഏതാ വരിക? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് അല്ലെ? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ആൻഡ് CPU. ഇനി നാലാമത്തെ ഏതാ? മെമ്മറി. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer stores data and instructions that are currently used. It includes random access memory, RAM and cache memory. Okay. എന്താണ് മെമ്മറി? മെമ്മറി യൂണിറ്റിൽ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ സ്റ്റോർസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ കറന്റ്ലി യൂസ്ഡ്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ. ടെമ്പററി സ്റ്റോറേജ് സ്പേസ് where the computer stores data and the instructions that are currently used. Okay, അതാണ് മെമ്മറി യൂണിറ്റ് സ്റ്റോർ ചെയ്യുക. It includes RAM, random access memory and cache memory. Okay. Random access memory is the main memory of a computer that stores the operating system, applications and data. While cache is the small amount of memory that is used to store frequently accessed data and instructions. Okay. പിന്നെ വരുന്നത് സ്റ്റോറേജ് യൂണിറ്റ്. സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് സ്റ്റോറേജ് ഡിവൈസ്, hard disk drives, solid state drives used to store data, programs and operating system even when the computer is powered off. കമ്പ്യൂട്ടറിന് പവർ ഇല്ല, കമ്പ്യൂട്ടർ ലൈറ്റ് ഇപ്പൊ ഇലക്ട്രിസിറ്റി പവർ ഓഫ് ചെയ്തിട്ടാണൊക്കെ ആണെങ്കിലും നമുക്ക് എന്താ? സ്റ്റോറേജ് ഡിവൈസിൽ എന്താണ്? സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കപ്പെടും. ഓക്കെ. ഇനി അടുത്തത് എന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. These are devices used to interact with the computer like keyboard, mice, monitors, printers and scanners. ഇതെന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. കമ്പ്യൂട്ടറായിട്ട് യൂസറിന് ഇന്ററാക്ട് ചെയ്യാനായിട്ട്. ഓക്കെ. പിന്നെ വരുന്നത് എന്താ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ OS എന്ന് പറഞ്ഞാൽ എന്താ? സോഫ്റ്റ്വെയർ that controls computer resources, controls hardware devices and provides a user interface for interacting with the computer. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? The software that controls. Software എന്ന് പറഞ്ഞാൽ മിസ് പറഞ്ഞ എന്താ? Computer programs are called computer software. That software which controls computer resources, controls hardware devices and provides a user interface for interacting with the computer. അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് എന്ത് പറയാ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ. ഇനി മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ. മൈക്രോസോഫ്റ്റ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്?
ഓക്കെ, കമ്പ്യൂട്ടർ എന്താന്ന് വെച്ചു അല്ലെ? കമ്പ്യൂട്ടർ എന്താ? കമ്പ്യൂട്ടർ ഇസ് an electronic device which is used for means of communication, information gathering, data processing, high speed mathematical calculation, computation and accuracy. അല്ല, ഇതിനൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും അല്ലെ? എന്തിനൊക്കെയാ? ഇൻഫോർമേഷൻ ഗ്യാതറിംഗ്, ഡാറ്റ പ്രോസസിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഹൈ സ്പീഡ് മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷൻ, കാൽക്കുലേഷൻ ആൻഡ് ആക്യുറസി. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ, നല്ല സ്പീഡിൽ കാൽക്കുലേഷൻ ഉണ്ടാക്കാൻ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ യൂസ് ചെയ്യും അല്ലെ? ആക്യുറസി, നല്ല ആക്യുറേറ്റ് ആയിട്ട് അല്ലെ, തെറ്റാതെ നല്ല ആക്യുറേറ്റ് ആയിട്ട് ഉത്തരം കിട്ടാൻ എന്താ വേണ്ടേ? കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം അല്ലെ? അതിനൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. പിന്നെന്താ പഠിച്ചേ? കമ്പ്യൂട്ടർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 types: computer software and computer hardware. Computer equipments are called computer hardware. Computer programs are called computer software. The most important part of the computer is CPU, Central Processing Unit, which helps, which performs calculations and store information, instructions and data. CPU. It is also called the brain of the computer. ഇനി ഏതൊക്കെ പാർട്സ് നമ്മൾ പഠിച്ചേ? മോണിറ്റർ, മൗസ്, പ്രിന്റർ, സ്പീക്കർ ഒക്കെ അല്ലെ, എക്സെട്ര. പിന്നെ വരുന്ന എന്താ? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ. ഏതൊക്കെ ഫണ്ടമെന്റൽസ്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU, മെമ്മറി യൂണിറ്റ്, സ്റ്റോറേജ് യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, എക്സെട്ര. ഓക്കെ, പിടികിട്ടിയാ? കമ്പ്യൂട്ടർ പിടികിട്ടിയോ? എത്ര പിടികിട്ടിയാ? ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിലേക്ക് പോവാം. MS വേർഡ് അല്ലെ? കമ്പ്യൂട്ടർ എന്താന്ന് വെച്ചാൽ എന്താ പറയാ? കമ്പ്യൂട്ടർ ഡെഫിനിഷൻ അല്ലെ? കമ്പ്യൂട്ടർ ഡെഫിനിഷൻ. പിന്നെ കമ്പ്യൂട്ടർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. പിന്നെ CPU, the brain of the computer, the most important part of a computer. CPU, Central Processing Unit. It performs calculations, storage, stores data and instructions, etc. Okay. പിന്നെ യൂണിറ്റ്സ് അല്ലെ? ഫണ്ടമെന്റൽ പാർട്സ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ: മെമ്മറി യൂണിറ്റ്, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട്, OS, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് MS വേർഡ് എന്താ നോക്കാം. മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് അല്ലെ? MS വേർഡ് നമുക്കറിയാം അല്ലെ? നമ്മളെപ്പോഴും കമ്പ്യൂട്ടർ, നമ്മുടെ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലൊക്കെ നമ്മളെപ്പോഴും പരിചയമാണ് MS വേർഡ് എന്ന് പറഞ്ഞാൽ. നമുക്ക് പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാം. നമുക്കൊരു ഡോക്യുമെന്റ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമുക്കൊരു ഡോക്യുമെന്റ് തയ്യാറാക്കണം, അതിനൊക്കെ എന്താ? MS വേർഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് യൂസ്ഡ് for word processing software developed by Microsoft. Microsoft Word എന്താണ്? It is widely used for word processing software. ഒരു വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് അത്, ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. എന്തിനാണ്? നമുക്ക് ഡോക്യുമെന്റ്സ്, പല വേർഡ്സ് അല്ലെ പ്രോസസ് ചെയ്യാനും, ഡാറ്റ പ്രോസസ് ചെയ്യാനും, ഡാറ്റ സ്റ്റോർ ചെയ്യാനും, ഇൻഫോർമേഷൻ ഒക്കെ ശേഖരിച്ചു വെക്കാൻ അല്ലെ വേർഡിൽ. അതിലാണ് നമ്മൾ എന്ത്? മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യണേ. എന്താ യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യണേ? It permits users help ചെയ്യണം. It permits users to create, edit, format and save documents for different purposes like writing reports, letters, resumes and more. അല്ലെ? എന്താ ചെയ്യണേ? യൂസേഴ്സിനെ മ്യൂട്ട് ചെയ്യാ, മ്യൂട്ട് ചെയ്യാ, മ്യൂട്ട് ചെയ്യാണ്ടിരിക്കണ്ടാവും, മ്യൂട്ട് ചെയ്യാ. ഓക്കെ, ഓക്കെ, ഓക്കെ. എന്താ പറഞ്ഞേ? ഇറ്റ് പെർമിറ്റ്സ് അല്ലെ? എന്തൊക്കെ ചെയ്യാൻ? ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ? ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഡോക്യുമെന്റ് തയ്യാറാക്കാൻ MS വേർഡ് ഹെൽപ്ഫുൾ ആണ് അല്ലെ? എഡിറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യാൻ, പിന്നെ ഫോർമാറ്റ് ചെയ്യാൻ, ഡോക്യുമെന്റ്സ് സേവ് ചെയ്ത് വെക്കാൻ അല്ലെ? റിപ്പോർട്ട് റൈറ്റ് ചെയ്യാൻ, ലെറ്റേഴ്സ് ഉണ്ടാക്കാൻ, റെസ്യൂംസ്, ബയോഡാറ്റ, ഇതിനൊക്കെ എന്താണ്? ഇതിനൊക്കെ MS വേർഡ് ഹെൽപ്ഫുൾ ആണ്. Here are some important features and functionalities of Microsoft Word. ഏതൊക്കെയാ നോക്കാം. എന്താണ്? ഒന്നാമത്തെയാണ്
user-friendly interface. Microsoft Word offers a user-friendly and intuitive interface, making it reachable to both beginners and experienced users. എന്താണ് എല്ലാവർക്കും യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെ. നമുക്ക് എളുപ്പമുള്ള യൂസറിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെ യൂസർ ഫ്രണ്ട്ലി ആണ് അതിന്റെ ഇന്റർഫേസ്. ഓക്കെ, മേക്കിംഗ് ഇറ്റ് റീച്ചബിൾ ഫോർ ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് അല്ലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള യൂസേഴ്സിനും തുടക്കക്കാർക്കും വളരെ നന്നായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇൻഡ്യൂഷീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡ്യൂഷീവ് ആത്മജ്ഞാനം അല്ലെ, ആത്മജ്ഞാനം എന്നാണ് ഇൻഡ്യൂഷീവ്. അതേപോലെ വളരെ ഹെൽപ്ഫുൾ യൂസർ ഫ്രണ്ട്ലി ആണ്, യൂസേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. ഓക്കെ, ദ ടൂൾ ബാർ ആൻഡ് റിബൺ പ്രൊവൈഡ് ക്വിക്ക് എൻട്രി ടു ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻ. ടൂൾ ബാർസ് അല്ലെ, ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട് അതിനകത്ത്. അതെന്താ? റിബൺ പ്രൊവൈഡ് ക്വിക്ക്, ടൂൾ ബാർ ആൻഡ് റിബൺ പ്രൊവൈഡ് ക്വിക്ക് എൻട്രി ടു ഡിഫറെന്റ് ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ഓപ്ഷൻസ് അല്ലെ. ഫോർമാറ്റിങ്ങിനും എഡിറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ടൂൾ ബാറിൽ ആൻഡ് റിബണിൽ. ആൻഡ് പിന്നെന്താ പറഞ്ഞ ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്. ഡോക്യുമെന്റ്സ് പറഞ്ഞല്ലേ, മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെ. ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും MS Word യൂസ് ചെയ്യും. ഓക്കെ, users can create new documents from scratch or choose from a range of templates provided by Word. It offers a vast set of formatting tools for text, paragraphs, and pages, permitting users to customize the appearance of their documents. അല്ലെ, നമ്മുടെ ഡോക്യുമെന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോർമാറ്റ് ചെയ്യാൻ അല്ലെ, സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ. പലതരത്തില് വളരെ ഭംഗിയായിട്ട് അല്ലെ, പലതരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡോക്യുമെന്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെ MS Word. ഇനി എന്താ പറഞ്ഞേ? കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്. കൊളാബറേറ്റ് ചെയ്യുക അല്ലെ. നമ്മള് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആക്ഷൻ ഓഫ് വർക്കിംഗ് വിത്ത് സംവൺ ടു പ്രൊഡ്യൂസ് സംതിങ്. ഒരാളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ചെയ്യുക, എന്തെങ്കിലും പ്രൊഡ്യൂസ് നല്ലത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. കൊളാബറേഷൻ, ആക്ഷൻ ഓഫ് വർക്കിംഗ് വിത്ത് സംവൺ ടു പ്രൊഡ്യൂസ് സംതിങ്. ആൻഡ് രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ചെയ്ത് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാക്കുക. അതിനാണ് എന്താ പറയാ? കൊളാബറേഷൻ. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്താ? Microsoft Word supports collaboration features, making users able to work on a document at the same time. Users can track changes, leave documents, and merge edit made by different contributors. Documents can also be simply shared via email, cloud storage devices by creating links. Okay. കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ് എന്താ? നമുക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ ചെയ്യണ ഡോക്യുമെന്റ്സ് ഇമെയിൽ വഴി ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് മൈക്രോസോഫ്റ്റില്. ഓക്കെ, ഒരേ സമയം നമുക്ക് വർക്ക് ചെയ്യാൻ ഡോക്യുമെന്റില് ട്രാക്ക് ചേഞ്ചസ്, ലീവ് കമന്റ്സ്, അതിനുള്ള ഓപ്ഷൻസ് ഒക്കെ മൈക്രോസോഫ്റ്റ് വേർഡിലുണ്ട്. ഓക്കെ, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് നാലാമത്തെ എന്താണ്? വേർഡ് പ്രൊവൈഡ്സ് എ ലോട്ട് ഓഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഫോർ ടെക്സ്റ്റ് വിച്ച് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ഫോണ്ട് സ്റ്റൈല്, എഴുത്ത് അല്ലെ, എഴുത്ത് നമുക്ക് ടൈംസ് ന്യൂ റോമാൻ, സാൻസ് സെറിഫ് അല്ലെ, ബോൾഡ്, അങ്ങനത്തെ പലതരത്തിലുള്ള അൾജീരിയൻ പലതരത്തിലുള്ള സ്റ്റൈലിൽ എഴുതാം അല്ലെ. പിന്നെ സൈസ് കൂട്ടി കൊടുക്കാം, കുറച്ചു കൊടുക്കാം. ഫോണ്ട് കളർ ഇഷ്ടമുള്ള കളറാക്കാം. എഫക്റ്റ് പല എഫക്റ്റ് കൊടുക്കാം അല്ലെ. ആനിമേഷൻ എഫക്റ്റ്, പല എഫക്റ്റുകൾ. അതൊക്കെ എന്താ? അതിനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്, MS Wordലുണ്ട്. പിന്നെന്താ പറയാ? യൂസേഴ്സ് ക്യാൻ അപ്ലൈ ഫോർമാറ്റിംഗ് ടു പാരഗ്രാഫ്സ്, അഡ്ജസ്റ്റ് ലൈൻ സ്പേസിംഗ്, അലൈൻ ടെക്സ്റ്റ് ആൻഡ് ആഡ് ബുള്ളറ്റ് പോയിന്റ് ഓർ നമ്പറിംഗ്. പിന്നത്തേതാ? നമുക്ക് ആ ഡോക്യുമെന്റ് പലതരത്തില് അല്ലെ പാരഗ്രാഫ് ഫോർമാറ്റ് ചെയ്യാം അല്ലെ. അഡ്ജസ്റ്റ് ലൈൻ അഡ്ജസ്റ്റ് ചെയ്യാം. അലൈൻ ടെക്സ്റ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ആഡ് ബുള്ളറ്റ് ആൻഡ് പോയിന്റ്, ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിംഗ് അല്ലെ. നമ്പറിംഗ് കൊടുക്കുക, ഇൻഡെക്സ് കൊടുക്കുക. 1, 2, 3 ABC, റോമൻ ലെറ്റേഴ്സ്, അങ്ങനെ റോമൻ നമ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതൊക്കെ എന്താ? റിച്ച് ഫോർമാറ്റിംഗ്
ഓപ്ഷൻസ്. നാലാമത്തെ. ഓക്കെ, അഞ്ചാമത്തെ എന്താ? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. സ്പെൽ ചെക്ക്. ഇനെന്താ, നമ്മൾ ഈ ഡോക്യുമെന്റ് ചെയ്യണം അല്ലെ. ഡോക്യുമെന്റ് ചെയ്യുമ്പോ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് ഓൾറെഡി ഉണ്ട് ഒരു ബിൽറ്റ് ഇൻ സ്പെല്ലിംഗ്. അതിനകത്ത് ഓൾറെഡി വേർഡിന്റെ MS വേർഡിൽ തന്നെ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്കിംഗ് ടൂൾസ്, അതിനുള്ളിൽ തന്നെ ഉപകരണങ്ങളുണ്ട് സ്പെല്ലിംഗും ഗ്രാമറൊക്കെ ചെക്ക് ചെയ്യാൻ. ആൻഡ് ടു ഐഡന്റിഫൈ യൂസേഴ്സ് ആൻഡ് കറക്റ്റ് എറേഴ്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട്. ഇറ്റ് അണ്ടർലൈൻസ് മിസ്പെൽഡ് വേർഡ്സ് ആൻഡ് സജസ്റ്റ് കറക്ഷൻസ് വിച്ച് എൻഷുവേഴ്സ് ആക്യുറസി ഓഫ് റിട്ടേൺ കണ്ടന്റ്. അപ്പൊ എന്താ, അതോ ഓൾറെഡി അണ്ടർലൈൻ ചെയ്ത് വരും, വരച്ചു വരും. ഇറ്റ് അണ്ടർലൈൻസ് മിസ്പെൽഡ് വേർഡ്സ്. തെറ്റിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ തെറ്റായി സ്പെല്ലിംഗ് ചെയ്തു, ഓക്കെ, തെറ്റായി സ്പെല്ലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡ് നമ്മൾ മിസ്പെൽ ചെയ്തു, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്താ, ഓൾറെഡി അത് അടിയിൽ വരച്ചു വരും, തെറ്റാണ്, തെറ്റി തിരുത്തണം. ഓക്കെ, അതിന് ഓൾറെഡി അതിൻ്റെ ഉള്ളിലുണ്ടത് അല്ല, നമുക്കറിയാം. നമ്മളൊക്കെ എപ്പോഴും യൂസ് ചെയ്യാനാണ് MS വേർഡ്. എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കാൻ നമ്മൾ MS വേർഡ് യൂസ് ചെയ്യണം അല്ലെ. അപ്പൊ നമുക്കത് അറിയാം, ഓൾറെഡി അത് തിരുത്താനായിട്ടുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ. ഇനി വരുന്നത് എന്താ, ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓബ്ജക്ട്സ് അല്ലെ. ചാർട്ടുകള്, ഇമേജസ്, പടങ്ങള്, ചാർട്ട് ഷേപ്പുകളൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ, ടേബിൾസ്, അതൊക്കെ ചെയ്യാനായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ. നമ്മള് ഡോക്യുമെന്റ് തയ്യാറാക്കി അല്ലെ. ഡോക്യുമെന്റ് തയ്യാറാക്കിയാൽ നമുക്ക് ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം, പടങ്ങള്, ആ ഡോക്യുമെന്റിന് പടങ്ങൾ വേണം, ചാർട്ട് വേണം, അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എന്താ, അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. യൂസേഴ്സ് ക്യാൻ ഇൻസേർട്ട് ഡിഫറെന്റ് ഒബ്ജക്ട് ഇൻ ടു ദർ ഡോക്യുമെന്റ്സ് ലൈക്ക് ഇമേജസ്, ഷേപ്സ്, ചാർട്ട്സ് ആൻഡ് ടേബിൾസ്. വേർഡ് പെർമിറ്റ്സ് resizing, positioning and formatting of these subjects, making it easy to improve the visual appeal of documents. എന്താ പറയണേ, വേർഡ് MS വേർഡ് ഹെൽപ്പ് ചെയ്യും. എന്തിനാ, റീസൈസ് ചെയ്യാൻ അല്ലെ. ഈ കാര്യം ഷേപ്പ്, ഇമേജസ് അല്ലെ. ഡോക്യുമെന്റിൽ നമുക്ക് പടങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോ പടങ്ങൾ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, ഗ്രാഫ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, ചാർട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, ഷേപ്പുകളൊക്കെ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യും റീസൈസ് അല്ലെ. ചിലപ്പോ കുറയ്ക്കാനും കൂട്ടാനും. റീസൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, കുറയ്ക്കാനും കൂട്ടാനും. ഓക്കെ, പൊസിഷൻ ശരിയാക്കാൻ. ഓക്കെ, ആൻഡ് ഫോർമാറ്റിംഗ് ഓഫ് ദീസ് സബ്ജക്ട്സ്, മേക്കിംഗ് ഇറ്റ് ഈസി ടു ഇംപ്രൂവ് ദ വിഷ്വൽ അപ്പീൽ ഓഫ് ഡോക്യുമെന്റ്സ്. എന്താ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ടെംപ്ലേറ്റ്സ് ആൻഡ് തീം. ഒത്തിരി ടെംപ്ലേറ്റ്സ് അല്ലെ. Word provides a wide range of templates and themes for various document types, including resumes, letters, flyers, and more. These templates offer pre-designed layouts and formatting that saves time and effort for users. Okay, ഇത് നമുക്ക് അറിയാം അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. MS വേർഡിന്റെ ഇന്റർഫേസ് ആയി കാണാം. MS വേർഡിന്റെ ഇത് ഡോക്യുമെന്റിന്റെ വർക്ക് ഏരിയ, റിബൺ. ഓക്കെ, ഇതാണ് ഈ കാണുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ അല്ല, നമുക്ക് ഫെമിലിയർ ആണ് അല്ലെ. വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ദിസ്. ഓക്കെ, എന്തൊക്കെയാ പഠിച്ചേ, മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെ. മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഗുണഗണങ്ങൾ അല്ലെ, അഡ്വാൻറ്റേജസ് ഓഫ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്തൊക്കെയാ. യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെ, വളരെ ഈസിലി ആക്സസ്, നമുക്ക് ഒന്ന് തൊട്ട് ക്ലിക്ക് ചെയ്താൽ ഉടനെ ഓപ്പൺ ആയി വരും അല്ലെ. നമുക്ക് അതെല്ലാം ഈസിലി ആക്സസിബിൾ ആണ്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, document creation and editing, collaboration and sharing, rich formatting options, spell check and grammar correction, inserting and manipulating objects, templates and themes. ഇതെല്ലാം അഡ്വാൻറ്റേജസ്, ഗുണഗണങ്ങൾ, മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഗുണഗണങ്ങളാണ്. ഓക്കെ, ഇനി ഏതാ വരുന്നത്, അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ അല്ലെ. നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ, ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഹെൽപ്പ് ചെയ്യും, ഇത് ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. പേഷ്യന്റ് റെക്കോർഡ് ഒന്നാമത്തെയാണ്. പേഷ്യന്റ് റെക്കോർഡ്, പേഷ്യന്റിന്റെ റെക്കോർഡ് സൂക്ഷിക്കാൻ മൈക്രോസോഫ്റ്റ് വേർഡ് permits healthcare professionals to and keep electronic patient records. These records consist of patient demographic, medical history, test results, diagnosis, treatment plans, and progress notes.
Words formatting options enable the organization and customization of patient information for easy reference and retrieval. MS Word. ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഹോസ്പിറ്റലിൽ എങ്ങനെ നമുക്ക് പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്യാം? അപ്ലിക്കബിൾ ആണ് അല്ലെ? നമുക്ക് അപ്ലിക്കബിൾ എങ്ങനെ? പേഷ്യന്റ് റെക്കോർഡ് അല്ലെ? പേഷ്യന്റിന്റെ കാര്യങ്ങൾ സൂക്ഷിക്കാൻ ഓരോ പേഷ്യന്റ് ഓരോ റെക്കോർഡുകളായിരിക്കും അല്ലെ? അത് സൂക്ഷിക്കാൻ നമുക്ക് എന്താ ഇത് ആവശ്യമുണ്ട് അല്ലെ? മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ ദിസ്. എന്തിനൊക്കെയാണ്? ദീസ് റെക്കോർഡ്സ് കൺസിസ്റ്റ് ഓഫ് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് വേർഡ് പെർമിറ്റ്സ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് to and keep electronic patient records, electronic patient records. These records consist of patient demographic, medical history, test result, diagnosis and treatment plans and progress notes. Patient progress, patient രോഗസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ റെക്കോർഡ് അയാളുടെ ടെസ്റ്റ് റിസൾട്ട്, ഡയഗ്നോസിസ്, ഇതെല്ലാത്തിനും ഇത് പേഷ്യന്റ് MS Word help. Words formatting options enable the organization and customization of patients information for easy reference and retrieval. Patient information അല്ലെ? പേഷ്യന്റ് ഇൻഫോർമേഷൻ വളരെ വേഗം കയ്യെത്താവുന്ന അല്ലെ? വളരെ വേഗം കിട്ടാനായിട്ട് ഈസി റെഫറൻസ്, വളരെ പെട്ടെന്ന് റെഫർ ചെയ്യാൻ പറ്റും ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ. ഓക്കെ. പിന്നീട് എന്താ? മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. മെഡിക്കൽ റിപ്പോർട്ട്സ്, physicians and other healthcare providers can use Word to create medical reports, referral letters, discharge and other clinical correspondence. പിന്നെ ഏതാ വരിക? മെഡിക്കൽ റിപ്പോർട്ട് ആൻഡ് ലെറ്റേഴ്സ് അല്ലെ? മെഡിക്കൽ റിപ്പോർട്ടും കത്തുകൾ. മെഡിക്കൽ റിപ്പോർട്ട് physicians and other healthcare providers can use Word to create medical report. മെഡിക്കൽ റിപ്പോർട്ടുകൾ ക്രിയേറ്റ്, റിഫറൽ ലെറ്റേഴ്സ്, റെഫർ ചെയ്യാൻ ലെറ്റേഴ്സ്, കത്തുകൾ, ആൻഡ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യാനായിട്ടുള്ള സമ്മറി ഉണ്ടാക്കാൻ, ആൻഡ് അതർ ക്ലിനിക്കൽ കറസ്പോണ്ടൻസ്. ഇതിനൊക്കെ യൂസ് ചെയ്യണം എന്താ? മെഡിക്കൽ റിപ്പോർട്ട്സ് യൂസ് ചെയ്യും. ഓക്കെ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. സോപ്പ് എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ വേർഡ് ഈസ് യൂസ്ഫുൾ ഫോർ generating and updating SOPs within hospitals. These documents frame step-by-step instruction for various processes like infection control protocols, medication administration directives, and emergency response procedures. എന്താണ് SOPs എന്ന് പറഞ്ഞാല്? Word is useful for generating and updating SOPs within hospitals. These documents frame step-by-step instruction for various processes. ഇൻഫെക്ഷൻ തടയുക അല്ലെ? രോഗം പകരുന്നത് തടയുക. ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ് ആൻഡ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം എന്താണ്? സോപ്പ്. അതിന്റെ കീഴിലാണ് വരിക സോപ്സ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഓക്കെ. പിന്നെ നാലാമത്തെ എന്താണ്? എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ അല്ലെ? വേർഡ് ക്യാൻ ബി യൂസ്ഡ്. മൈക്രോസോഫ്റ്റ് വേർഡ് ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പാൻഡ് educational materials for patients like brochures, handouts, and informational leaflets. Healthcare professionals can generate visually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures, and lifestyle changes. To expand, word can be used to expand educational materials. ഓക്കെ. എഡ്യൂക്കേഷണൽ നമ്മുടെ എഴുത്തൂത്ത് അല്ലെ? എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ ഒരു കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ ബ്രോഷേഴ്സ്, ഹാൻഡ് ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ് ആക്കും. ഇൻഫോർമേഷൻ എഴുത്തൂത്ത് ചെയ്തേക്കണ കാര്യങ്ങള് അതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനും പറ്റും. എന്ത് യൂസ് ചെയ്യും? മൈക്രോസോഫ്റ്റ് വേർഡ് യൂസ് ചെയ്യും. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ക്യാൻ ജനറേറ്റ് വിഷ്വലി എൻഗേജിംഗ് and informative documents to teach patients about various medical conditions, treatment options, preventive measures, and lifestyle changes. Okay, ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ലൈഫ്സ്റ്റൈൽ ചേഞ്ച്, മെഡിക്കൽ കണ്ടീഷൻസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻ, ഇതിനൊക്കെ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാം? മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വക ഹെൽപ്പ് ഉണ്ട്. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്. വേർഡ് ബാക്കപ്പ് ഫോർ ദ ക്രിയേഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ്, scientific articles. എന്താ ഹെൽപ്പ് ചെയ്യണേ?
research and publication. Okay. Word backup, the creation of research paper, INLP, case studies, scientific articles. ഇതിനൊക്കെ എന്താ MS Word help ചെയ്യും. പിന്നെ administrative documents. Hospitals create a wide range of administrative documents that include memos, reading minutes, policies, and budget reports. Administrative document. Other help and hospitals create a wide range of administrative documents that includes memos, meetings, minutes, policies, and budget options. ഇതിന് നമ്മളെ എന്ത് ചെയ്യും? MS Word help ചെയ്യും. ഓക്കെ, അപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ് MS Word എന്ന് പറഞ്ഞാൽ എന്താ? MS Word എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണം? ഹോസ്പിറ്റലിൽ എന്തിനൊക്കെ? പേഷ്യന്റ് റെക്കോർഡ് അല്ലേ? വളരെ എളുപ്പം, നമുക്ക് വേഗം അറിയാം. പേഷ്യൻസ് റെക്കോർഡ് കീപ്പ് ചെയ്യാൻ. ഓക്കെ, മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. മെഡിക്കൽ റിപ്പോർട്ട്സ്, മെഡിക്കൽ റിപ്പോർട്ടും ലെറ്റർ കത്തുകളും ഒക്കെ എഴുതി ഉണ്ടാക്കാം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒക്കെ ഓരോരോ പ്രൊസീജിയറുകൾ ലൈക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇതിനൊക്കെ എന്താണ്? മൈക്രോസോഫ്റ്റ് വേർഡ് ഹെൽപ്ഫുൾ ആണ്. എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ അതായത് ഇൻഫോർമേഷൻ ലീഫ്ലെറ്റ്സ്, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഫോർ പേഷ്യൻസ്, പേഷ്യൻസിന് ഹെൽപ്പ് ചെയ്യാൻ എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസ മെറ്റീരിയൽസ്, സാധനങ്ങൾ. പിന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ക്യാൻ ജനറേറ്റ് visually engaging and informative documents to teach patients and about various medical conditions, treatment options, preventive measures, and lifestyle changes. ഇതിനൊക്കെ ആര് ഹെൽപ്പ് ചെയ്യും? മൈക്രോസോഫ്റ്റ് വേർഡ് ഹെൽപ്പ് ചെയ്യും. റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ, വേർഡ് ബാക്കപ്പ്, the creation of research papers, case studies, and scientific articles. Articles അല്ലേ? സയന്റിഫിക് ആർട്ടിക്കിൾ എഴുതി ഉണ്ടാക്കാനും, പിന്നെ ക്രിയേഷൻ പേപ്പർ, റിസർച്ച് പേപ്പർ ക്രിയേറ്റ് ചെയ്യാനും, പല പ്രിവെൻഷനുള്ള അങ്ങനെ പല കാര്യങ്ങൾ, പല പ്രിവെന്റീവ് മെഷേഴ്സ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള അതിനൊക്കെ എന്താ യൂസ് ചെയ്യുക? വേർഡ് ബാക്കപ്പ്, the creation of research papers, case studies, and scientific articles. അതിനെന്താ? റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻ. അതിനും വേർഡ് ഹെൽപ്പ് ചെയ്യും, മൈക്രോസോഫ്റ്റ് വേർഡ്. Administrative documents. Hospitals create a wide range of administrative documents that include memos, meeting minutes, policies, and budget reports. Administrative documents. All documents are administrative. Administrative documents, a wide range of administrative documents are memos, meetings, minutes, policies, and budget report. ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ എന്ത്? മൈക്രോസോഫ്റ്റ് വേർഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് എന്തൊക്കെ പഠിച്ചു? കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ചു അല്ലെ? കമ്പ്യൂട്ടർ, വാട്ട് ഡു യു മീൻ ബൈ എ കമ്പ്യൂട്ടർ? എ കമ്പ്യൂട്ടർ is an electronic device which is used for means of communication, information gathering, data processing, high-speed mathematical calculation, computation, and accuracy, etc. അല്ലെ? അത് പഠിച്ചു. ഇനി കമ്പ്യൂട്ടർ can be divided into two types. What are they? Computer hardware and computer software. അല്ലെ? കമ്പ്യൂട്ടർ ഹാർഡ്വെയറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും കൂടി ഒരുമിച്ചാണ് ടാസ്കുകൾ പെർഫോം ചെയ്യണം. ഇനി കമ്പ്യൂട്ടർ എക്യുപ്മെന്റ്സ് ആർ കോൾഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഓക്കെ, കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആർ കോൾഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. പിന്നെ വിവിധ കമ്പ്യൂട്ടർ പാർട്സ് അല്ലെ? ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ, CPU. It is also known as the brain of the computer. CPU means Central Processing Unit. It performs calculations and stores data and instructions. Okay. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ ഏതൊക്കെയാ കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ ഏതൊക്കെയാ? ഹാർഡ്വെയർ. സോ പറയൂ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, CPU, മെമ്മറി, സ്റ്റോറേജ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെ? ഓക്കെ. പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതൊക്കെയാ? മോണിറ്റർ, മൗസ്, കീബോർഡ്, പ്രിന്റർ, സ്പീക്കർ, എക്സെട്ര. ഓക്കെ, CPU, സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്, അതെല്ലാം പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ.
ഓക്കെ. പിന്നെ പറഞ്ഞാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. എന്താണ്? ഇറ്റ് വൈഡ്ലി യൂസ് ഫോർ വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റ് കമ്പനി ഉണ്ടാക്കിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. ഇറ്റ് പെർമിറ്റ്സ് അത് യൂസേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് പെർമിറ്റ്സ് യൂസേഴ്സ് ടു ക്രിയേറ്റ് എഡിറ്റഡ് ഫോർമാറ്റ് ആൻഡ് സേവ് ഡോക്യുമെന്റ് ഫോർ ഡിഫറെന്റ് പർപ്പസസ് ലൈക്ക് റൈറ്റിംഗ് റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ്, റെസ്യൂംസ് ആൻഡ് മോർ. എന്തൊക്കെയാ? It helps to create edit format, like writing reports. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഏതൊക്കെയാണ് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ അഡ്വാൻറ്റേജസ്, ഗുണഗണങ്ങൾ ഏതൊക്കെയാ? യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഡോക്യുമെന്റ്സ് ക്രിയേഷൻ ആൻഡ് എഡിറ്റിംഗ്, കൊളാബറേഷൻ ആൻഡ് ഷെയറിംഗ്, റിച്ച് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ്. പിന്നെന്താ പറയുക? സ്പെൽ ചെക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട് അല്ലെ? സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ കറക്ഷൻ, ഇൻസേർട്ടിങ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓപ്ഷൻ അല്ലെ? ചില ഡോക്യുമെന്റ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രാഫ് ഇൻസേർട്ട് ചെയ്യണം, പടങ്ങൾ ഇൻസേർട്ട് ചെയ്യണം, ചാർട്ട് ഇൻസേർട്ട് ചെയ്യണം, ഇതൊക്കെ വേണ്ടി വരും. ഇതിനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെന്താ? അത് റീസൈസ് ചെയ്യാനും പൊസിഷൻ ചെയ്യാനും അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ്, ഒത്തിരി ടെംപ്ലേറ്റ്സ് ഉണ്ട് അല്ലെ? ടെംപ്ലേറ്റ്സ് ആൻഡ് തീംസ് അതിനകത്തോട്ട്. ഓക്കെ, ഇതാണ് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഗുണഗണങ്ങൾ. ഇനി ആപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. MS വേർഡ് എങ്ങനെ ഹോസ്പിറ്റലില് അപ്ലിക്കബിൾ ആണ്? എങ്ങനെയൊക്കെയാണ്? പേഷ്യന്റ് റെക്കോർഡ് അല്ലെ? ഒന്നാമത്തെ പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസ് ഒത്തിരി പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? എന്തോരം കുറെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അതൊക്കെ ഓരോ പേഷ്യന്റിനും ഓരോ വിവരങ്ങളായിരിക്കും അല്ലെ? അതൊക്കെ ശേഖരിക്കാൻ അല്ലെ? പേഷ്യന്റ് റെക്കോർഡ് അത് ശേഖരിക്കാൻ എന്താ നമ്മൾ MS വേർഡ് യൂസ് ചെയ്യും അല്ലെ? പിന്നെന്താ? മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. മെഡിക്കൽ റിപ്പോർട്ട്സ് അല്ലെ? മെഡിക്കൽ റിപ്പോർട്ടുകളും ലെറ്റേഴ്സും, മെഡിക്കൽ എഴുത്തുകൾ അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടേഴ്സ് കൈമാറുന്നത് അല്ലെ? അതൊക്കെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? മൈക്രോസോഫ്റ്റ് ഹോസ്പിറ്റലില് MS വേർഡ് ഹെൽപ്പ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOPs. Word is useful generating and updating SOPs within hospitals. These documents frame step-by-step instruction for various processes like infection control protocols. Okay, educational material. Word can be used to expand educational materials like educational materials for students like brochures, handouts, and informational leaflets. Healthcare professionals can generate visually engaging and informative documents to reach patients about various medical conditions, treatments, operations, preventive measures, and lifestyle changes. Okay. Research and publications. Word back up the creation of research papers, case studies, and software articles. Administrative documents. This create a wide range of administrative documents that includes most meetings, minutes, policies, and budget reports. Okay. നമ്മൾ ഇന്ന് ഏതൊക്കെ നോക്കി അല്ലെ? MS വേർഡ് നോക്കി. MS വേർഡ് എന്താ നോക്കി? അതിന്റെ അപ്ലിക്കബിലിറ്റി നോക്കി. കമ്പ്യൂട്ടർ എന്താ നോക്കി? കമ്പ്യൂട്ടർ പാർട്സ് നോക്കി അല്ലെ? ഓക്കെ. അപ്പൊ ഇന്ന് MS PowerPoint തുടങ്ങണം. MS PowerPoint ഇന്ന് ഇത്രയും പോരെ? മതി ടീച്ചർ. മതി പോരെ? കമ്പ്യൂട്ടർ എന്താണ്? കമ്പ്യൂട്ടറിന് എന്തെല്ലാം കൺസിസ്റ്റ് ചെയ്യുന്നു അല്ലെ? കമ്പ്യൂട്ടർ എന്താണ്? ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിന്റെ ഫണ്ടമെന്റൽ പാർട്സ്, CPU എന്താണ്? ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. പിന്നെ എന്തൊക്കെയാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? പിന്നെ മൈക്രോസോഫ്റ്റ് വേർഡ് അഡ്വാൻറ്റേജസ്, പിന്നെ അത് ഹോസ്പിറ്റലിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത് പോരെ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അർച്ചന എന്നാട്ട് എന്റെ പേര്, അർച്ചന അരവിന്ദ്. ഓക്കെ, മിസ്സിന്റെ പേരില് നോട്ട് എഴുതി നോക്കിയാട്ടാ. ആ പേരിലപ്പോ നിങ്ങള് കുറിച്ച് വെക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ മലയാളത്തിൽ കുറിച്ച് വെക്കുക. മിസ് നോട്ട് പറഞ്ഞു പോകുമ്പോ മലയാളത്തിൽ കുറിച്ച് വെക്കുക കേട്ടാ. പിന്നെ ലാസ്റ്റ് ഇനിയും സംശയം ഉണ്ടെങ്കിൽ
അവസാനം കുറച്ച് 10 മിനിറ്റ് സമയം തരുമ്പോ ചോദിക്കുക. അപ്പോഴും പറ്റിയില്ലെങ്കിൽ ഗൂഗിളിൽ നോക്കുക കേട്ടാ, ഗൂഗിളിൽ നോക്കുക. അപ്പൊ തീരാറായിട്ടുണ്ട് നമ്മുടെ. താങ്ക് യു ഓൾ. താങ്ക് യു ടീച്ചർ.